അങ്ങനെ ഗെറ്റ് റെഡി വിത്ത് മീക്ക് ശേഷം ഞാൻ ഓഫീസിലേക്ക് പോകാൻ ഇറങ്ങുകയാണ്. നിങ്ങൾക്ക് അറിയാലോ, ഞങ്ങളുടെ ഓഫീസിൽ ഇതുപോലെ എന്തെങ്കിലും ഇവന്റ്സ് ഒക്കെ വന്ന് അത് ഡെക്കറേറ്റ് ചെയ്ത് സെറ്റ് ആക്കാൻ ഞങ്ങൾക്ക് സ്വന്തമായിട്ട് കമ്മിറ്റി തന്നെയുണ്ട്. അങ്ങനെ ഉച്ചയ്ക്ക് 1 മണിക്ക് ഓഫീസിലെത്തിയപ്പോഴേക്കും ഡെക്കറേഷനും കഴിഞ്ഞ് പൂക്കളം സെറ്റ് ചെയ്ത് ഓണത്തിന്റെ ഫുൾ മൂഡാക്കി മാറ്റിയായിരുന്നു. കോളേജ് പോലെ ഓണം സെലിബ്രേഷൻ എന്ന് പറഞ്ഞ് നടക്കാൻ പറ്റില്ല, ഞങ്ങൾക്ക് പണിയൊക്കെ ഉണ്ട്. പക്ഷെ ആ പണിയുടെ ഇടയ്ക്കും ഞങ്ങൾക്ക് ഇതുപോലെ കുറച്ച് സെലിബ്രേഷൻസ് ഉണ്ട്. അതാണ് ഇന്നത്തെ കാഴ്ചകൾ. അങ്ങനെ അതുല്യ ബിൽഡിങ്ങിന്റെ ഗ്രൗണ്ട് ഫ്ലോറിലായിരുന്നു ഈ ഫുൾ ഓണം മൂഡ് സെറ്റ് ചെയ്തേക്കണത്. അപ്പൊ മേളം വെച്ച് സ്റ്റാർട്ട് ചെയ്തു. പിന്നെ തിരുവാതിര ഉണ്ടായിരുന്നു, അത് മസ്റ്റ് ആണല്ലോ. ഇത്തവണ അങ്ങനെ കുറേ നേരം തിരുവാതിര ഒന്നും വെച്ചില്ല, ഞങ്ങൾ കുറച്ച് നേരം വെച്ചുള്ളൂ, കാരണം ഞങ്ങൾക്ക് അത്ര പ്രാക്ടീസ് ചെയ്യുന്ന ടൈം കിട്ടിയുള്ളൂ. പക്ഷെ അതുക്കും മേലെയായിട്ട് ഞങ്ങൾ ഇതുപോലെ ഒരു ഡാൻസ് പെർഫോമൻസ് സെറ്റ് ചെയ്തായിരുന്നു. ഇതെല്ലാം ഞങ്ങൾ ഒരു 1-2 ദിവസം കൊണ്ടാണ് ഈ സെറ്റ് ആക്കിയത്. പക്ഷെ എന്താണെങ്കിലും കളർഫുൾ. അങ്ങനെ വേറെയും കലാപരിപാടികൾക്ക് ശേഷമായിരുന്നു മെയിൻ ആയിട്ടുള്ള ഐറ്റം ശ്രീമാൻ ശ്രീമതി തുടങ്ങിയത്. ഇത്തവണയും അത്യാവശ്യം കുറെ പാർട്ടിസിപ്പൻസ് ഉണ്ടായിരുന്നു ശ്രീമാനും ശ്രീമതിക്കുമായിട്ട്. പിന്നെ നെക്സ്റ്റ് പരിപാടി, വടംവലി ഇല്ലാത്ത ഓണം ഉണ്ടോ? പക്ഷെ ഇത്തവണ മഴ ചതിക്കുന്നാണ് വിചാരിച്ചത്. പക്ഷെ മഴ മാറി നിന്ന സമയത്ത് ഞങ്ങളുടെ പിള്ളേര് വടം അങ്ങോട്ട് വലിക്കാൻ അങ്ങോട്ട് തുടങ്ങി. പിന്നെ മൈ മോസ്റ്റ് ഫേവറേറ്റ്, മേളത്തിന്റെ സമയത്ത് ഇങ്ങനെ കിടന്ന് തുള്ളല്, അത് ഞങ്ങൾ എല്ലാവരും തകർത്ത് കുറേ നേരം ആഘോഷിച്ചു. അങ്ങനെ ഇത്രേ ഉള്ളൂ ഞങ്ങളുടെ ഓണം വിശേഷങ്ങൾ. അപ്പൊ ഇനി ഞങ്ങൾ പോയി പണിയെടുക്കട്ടെ. ടാറ്റാ ഗൈസ്, ഹാപ്പി ഓണം.